ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ്സുടെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ നാളുകളിൽ ഈ ചാനലിൽ പുതുതായിട്ട് അനേകരെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോരുത്തരെയും പ്രത്യേകം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നാമത്താൽ അവരെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം ആവശ്യങ്ങളുടെ മുഖത്ത് അവരായിരിക്കുന്നോ അതിന്മേലെല്ലാം അവിടുന്ന് അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് സഹായിക്കണമേ. കൂടുതൽ പേര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, ദൈവനാമം മഹിമപ്പെടുവാൻ, അനേകർക്ക് ഇത് ആശ്വാസവും അനുഗ്രഹമായിരിക്കുവാൻ തക്കോണം കർത്താവ് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ദയവ് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം അതിന്റെ 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. നിറയെ വിശ്വാസികൾക്ക് അറിയാവുന്ന ഒരു വാക്യമാണത്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹാത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് അറിയിക്കും. ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയില്ല. നമ്മുടെ മാനുഷിക ബുദ്ധിയുണ്ടോ, നമ്മുടെ ദൈവം നൽകിയിരിക്കുന്ന കണ്ണുകൊണ്ടോ നമുക്ക് കാണാൻ കഴിയാത്ത അനേക കാര്യങ്ങളെ ദൈവം നമുക്ക് കാണിച്ചു തരും. അതെങ്ങനെയാണ്? കർത്താവ് പറയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹാത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ദൈവം ഈ കാര്യങ്ങളെ നമുക്ക് അറിയിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ വളരെ കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് അറിയിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ട് ഈ ഫോൺ എപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് യൂട്യൂബിലെ വീഡിയോകൾ കാണുവാൻ, ന്യൂസ് കാണുവാൻ, അതുപോലെ ചില കളികളിൽ ഏർപ്പെടുവാൻ എല്ലാം അത് ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ്റെ മനസ്സ് ദൈവമായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് അധികം വരുന്നില്ല. ദൈവമായിട്ടുള്ള ഒരു ഫെലോഷിപ്പിൽ നാം ആഴത്തിലിരിക്കുമ്പോൾ ദൈവം നമുക്ക് പല കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. ഇവിടെ പറയുകയാണ്, നീ എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളും, നീ അറിയാത്ത മഹാത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഒരു ദിവസം ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ പാസ്വേഡ് മറന്നുപോയി. ഞാൻ എഴുതി വെച്ചിരുന്ന കലണ്ടർ അത് നഷ്ടപ്പെട്ടു പോയി. എഴുതി വെച്ചിരുന്ന പല ബുക്കുകളെല്ലാം ഞാൻ തേടി നോക്കി. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളുടെയും പല പേരുകളുടെ എല്ലാം ഞാൻ പാസ്വേഡ് അടിച്ചു നോക്കി. ഒരു തരത്തിലും അത് ഓപ്പൺ ആയിട്ട് വരുന്നില്ല. അവസാനം ഞാൻ ആ ചാനൽ മാറ്റി വേറൊരു ചാനലിലേക്ക് ഇത് ചെയ്തു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇത് കണ്ടുപിടിക്കണമെന്ന് വലിയൊരു ആഗ്രഹം. അപ്പം ഞാൻ ഈ വചനം, ദൈവവചനത്തിലുള്ള ഈ വചനം വായിച്ചിട്ട്, കർത്താവ്, നീ പറഞ്ഞിട്ടുണ്ടല്ലോ മഹാത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ പാസ്വേഡ് ഒരു തരത്തിലും എനിക്കത് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല, എൻ്റെ ബുദ്ധിയിലേക്ക് അത് വരുന്നില്ല. ദൈവമേ, എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ചില മിനിറ്റുകൾ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പാസ്വേഡ് ദൈവം എനിക്ക് എൻ്റെ ബുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് തന്നു. ഞാൻ പോയി അത് അടിച്ചപ്പോൾ അത് കറക്റ്റായിരുന്നു. പക്ഷേ അത് ഒരു കാരണവശാലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചില്ലായിരുന്നു എങ്കിൽ എനിക്ക് ആ പാസ്വേഡ് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം ഞാൻ ആ ഒരു പുതിയ പാസ്വേഡ് ഉണ്ടാക്കിയത് ആ ഒരു രീതിയിലായിരുന്നു. അതൊരിക്കലും എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ അത്രയ്ക്കത് മറന്നു പോയിരുന്നു. എന്നാൽ ദൈവം അതെൻ്റെ ബുദ്ധിയിലേക്ക് കൊണ്ടുതരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരുന്നു. നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവം ഉത്തരമരുളും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ ആത്മാവ് പലവിധ ചിന്തകളാലും പലവിധ വിചാരങ്ങളാലും ഇങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആർക്കും സമയമില്ല. ഒരിക്കലും ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന റൂമിൽ, അന്ന് ഞാൻ ഈ റൂമിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഞാൻ ഈ റൂമിൽ കിടക്കുന്ന സമയത്ത് അർദ്ധരാത്രി ഒരു 12 സമയത്ത് പെട്ടെന്ന് എൻ്റെ തലയിലേക്ക് എന്തോ വന്ന് അടിക്കുന്ന മാതിരി ഒരു ശക്തി, ഒരു ആത്മാവ് വന്ന് അടിക്കുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഉടനെ ഭയന്നു പോയി. ഞാൻ എഴുന്നേറ്റിട്ട് മുട്ടുമെന്ന് കർത്താവിനോട് ചോദിച്ചു, അതെന്താണ് ദൈവമേ സംഭവിച്ചത്? ഒരു ഭയം വരുന്ന മാതിരി ഒരു ഭയങ്കര ഒരു അറ്റാക്ക് എൻ്റെ തലയിലേക്ക് വന്നു. അതെന്താണ് ദൈവമേ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ വളരെ ഭാരത്തോടെ ദൈവസന്നിധിയിൽ ചെലവഴിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം എന്നോട് പറഞ്ഞത്, അത് നിനക്കെതിരെ ദുർമന്ത്രവാദം ചെയ്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷ, ഇത് ആരാണ് ചെയ്തത് എന്നറിയാനുള്ള ഭയങ്കര ആകാംക്ഷ. അങ്ങനെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഇത് ആരാണ് ചെയ്തത്? എനിക്കത് വെളിപ്പെടുത്തി തരാനായിട്ട് പറഞ്ഞു. അത്
ചെയ്തയാളെ വെളിപ്പെടുത്തി തന്നപ്പോൾ ഞാൻ അതിനേക്കാളും ആശ്ചര്യപ്പെട്ടു പോയി. കാരണം എന്നോട് വളരെ തലേദിവസം കൂടി വളരെ സ്നേഹത്തിൽ സംസാരിച്ചിട്ട് പോയിട്ടുള്ള ഈ നാട്ടിലെ ഒരാളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല ആളുകളും നമ്മൾക്കെതിരെ അസൂയ നിമിത്തം ദുർമന്ത്രവാദം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. ഇത് 2 വർഷം മുമ്പുണ്ടായ ഒരു സ്വപ്നമാണ്. ഒരു 6 മാസം മുമ്പ് ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറു കുട്ടികളടക്കമുള്ള ഒരു 5-6 ആളുകളുടെ ശവശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുക. ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് ഇവരുടെ ബോഡികളെല്ലാം ഇങ്ങനെ കാണാം. പെട്ടെന്ന് എനിക്ക് ഭയം വന്നു. കർത്താവേ, ആരാണ് ദൈവമേ? അപ്പാ, നമുക്കും കുഞ്ഞുങ്ങളും നമുക്കും ആൾക്കാരും സ്വന്തക്കാരും എല്ലാം ഉണ്ടല്ലോ. ഞാൻ വളരെ ഭയന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങി. അപ്പാ, വെളിപ്പെടുത്തപ്പാ. ആരുടെയും മുഖം കാണാൻ പറ്റുന്നില്ല, എല്ലാം ഇങ്ങനെ തുണിയിൽ കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ വെളിപ്പെടുത്തുങ്കപ്പാ, ഇതാരാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി താ പിതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അത് വെളിപ്പെടുത്തി തന്നു. എനിക്ക് 2 വർഷം മുമ്പ് എനിക്കെതിരെ ദുർമന്ത്രവാദം ചെയ്ത ആ മനുഷ്യൻ്റെ കുടുംബമാണ് തകർന്ന് തരിപ്പണമായി ആക്സിഡന്റിൽപ്പെട്ട് തുണിയിൽ പൊതിഞ്ഞ് കിടക്കുന്നത് ദൈവം എനിക്ക് കാണിച്ചു തന്നത്. സംഭവം നടന്നിട്ടില്ല, എന്നാൽ നടക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. കാരണം നമ്മളൊരു ദ്രോഹവും ചെയ്യാതിരുന്നിട്ട് നമ്മളെ ദ്രോഹിക്കുന്നവരെ ദൈവം കൈകാര്യം ചെയ്യുന്നുള്ളതിൻ്റെ തെളിവാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാസ്റ്റർ പണം വാങ്ങിയിട്ട് ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയും അവർക്ക് വലിയ ദോഷങ്ങൾ സംഭവിക്കുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായി. ഇതിൽ ആര് പറഞ്ഞതാണ് സത്യം എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാനേ മാർഗമുള്ളൂ. ഞാൻ 2 ദിവസം ഉപവാസം എടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 2 ദിവസം, ഇന്നലെയും മിനിങ്ങാന്നും ഞാൻ ഉപവാസം എടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് ഈ ആക്സിഡന്റിൽപ്പെട്ട ഈ കരാട്ടക്കാരനായ കാലൊടിഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഇവൻ ഒരാളെ കൊല്ലുവാൻ അല്ലെങ്കിൽ തകർക്കുവാനായിട്ട് പോയ സമയത്താണ് ഇവൻ ആക്സിഡന്റിൽപ്പെട്ട് ഇവൻ്റെ കാലിങ്ങനെ പിരിഞ്ഞൊടിഞ്ഞതെന്ന് ദൈവം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അവരെ ആരാധനയ്ക്കായിട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാൻ ചോദിച്ചു, ഈ കാലൊടിഞ്ഞത് നിങ്ങൾ ഒരാളെ ആക്രമിക്കാനായിട്ട് പോയ സമയത്താണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. ഇയാൾ കരാട്ടെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അതെ എന്ന് പറഞ്ഞ് സമ്മതിക്കുകയുണ്ടായി. നമ്മുടെ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. ദാനിയേലിന് അനേകർക്ക് വെളിപ്പെട്ട് കിട്ടാതിരുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. യോസഫിന് ദൈവം സ്വപ്നങ്ങളിലൂടെ പലതും വെളിപ്പെടുത്തി കൊടുത്തു. ഈ തലമുറയിൽ ദർശനങ്ങൾ മുഖാന്തരവും സ്വപ്നങ്ങൾ മുഖാന്തരവും ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമുക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. അതിനുശേഷം ഞാൻ ആ പാസ്റ്റർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ആരാധനയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ആ പാസ്റ്റർ കാണാനായിട്ട് പോയി. കുറേ ദൂരം പോകണം, എങ്കിലും ഞാൻ അന്വേഷിച്ച് അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ചെന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ 1 രൂപയും വാങ്ങിയിട്ടില്ല. അദ്ദേഹം വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു എന്നുള്ളത് ശരിയാണ്, എന്നാൽ പണമൊന്നും വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇയാൾ അദ്ദേഹത്തെ മിരട്ടുന്ന ഓഡിയോ എനിക്ക് കേൾപ്പിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് ചെക്ക് ചെയ്തിട്ട് ആൾക്ക് കിട്ടിയില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞു 100 രൂപ കാലൊടിഞ്ഞ സമയത്ത് കാണിക്കയായിട്ട് വേറൊരാളുടെ ഒരു പയ്യൻ്റെ കൊടുത്തു വിട്ട് അവൻ ഇടുന്നത് ഞാൻ കണ്ടു, അതല്ലാതെ ഞാനൊരു പണവും വാങ്ങിയിട്ടില്ല, എനിക്കൊരു പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പല തരത്തിലുള്ള തട്ടിപ്പും സൂത്രങ്ങളും വേഷം കെട്ടുകളും നടക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. നാം എത്രത്തോളം ദൈവസന്നിധിയിൽ ജാഗരിക്കേണ്ട ആവശ്യമായിരിക്കുന്നു. നമ്മുടെ ദൈവം മഹാത്തായും അഗോചരങ്ങളുമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നവനാണ്. ഈ കഴിഞ്ഞ 1.25 വർഷം കൊണ്ട് അനേക കാര്യങ്ങൾ ദർശനങ്ങളോട് ദൈവം എനിക്ക് കാണിച്ചു തന്നു. ചിലതെല്ലാം നടന്നു, ഇനി ചിലതെല്ലാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, കർത്താവുമായിട്ട് ഒരു കുറച്ച് സമയം പേഴ്സണലായിട്ട് ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തെ ഒന്ന് ഒരുക്കുമോ? നീ എല്ലാ ചിന്തകളും മാറ്റി വെച്ചിട്ട് നിന്റെ ഹൃദയം, നിന്റെ മനസ്സ് ദൈവസന്നിധിയിലേക്കൊന്ന് കുണ്ടിയെന്ന് ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമോ? നിന്റെ പല പ്രശ്നങ്ങളുടെ ഉത്തരം ദൈവം വെളിപ്പെടുത്തി തരും. പല കാര്യങ്ങളും ദൈവം അറിയിച്ചു തരും. പലതും ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. അതുകൊണ്ട് ഇന്നത്തെ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിങ്ങനെയാണ് പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹാത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും എന്ന് ദൈവം നമ്മോട് പറയാണ്. ഇന്ന് വചനം കേട്ട മക്കളൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഈ ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ കാണുന്ന, ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോ വ്യൂവേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ സബ്സ്ക്രൈബേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ്. കൂടുതൽ അങ്ങയുടെ വചനം കേൾക്കുവാൻ, ദാഹത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാൻ, അങ്ങയുമായി ഫെലോഷിപ്പ് കൂട്ടുവാൻ തക്കവണ്ണം ഈ വചനം കേൾവി മുഖാന്തരമാക്കി തീർക്കണമേ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അടിയങ്ങളെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.